ഹായ് സുഹൃത്തുക്കളെ, മോൻഷേറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളന്ന് നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്ന നമ്മളതുണ്ടല്ലോ ഫോണിൻ്റെ സ്റ്റാൻഡ്, നമ്മളിവിടെ ചെസ്റ്റിൽ വെച്ചിട്ട് എടുത്തുകൊണ്ടിരുന്ന സ്റ്റാൻഡ് പൊട്ടിയതിനെ തുടർന്ന് നമുക്ക് കുറേ നാളായിട്ട് നമുക്ക് മീൻ നമ്മൾ സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം വലിച്ചു കൊണ്ടിരുന്ന സ്ട്രൈക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സാധനം നമുക്കിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്താലോ? അപ്പോൾ നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോഴേ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. നമുക്കവിടെ നമ്മളിവിടെ റൂമിലിരുന്നിട്ട് നമുക്കിതൊന്നും ചെയ്യാനുള്ളൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ റൂമിൽ നേരെ മേലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നൈസായിട്ട് ഇത് കട്ട് ചെയ്ത് നോക്കാം എന്തൊക്കെ അതിൻ്റെ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ഇത് യൂസ് ചെയ്ത് ഒക്കെ സെറ്റാക്കിയത് കൊണ്ട് നമുക്ക് അറിയാമായിരുന്നു അതിൻ്റെ വിവരങ്ങളൊക്കെ. ഇത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് ഒക്കെ ഒന്ന് നോക്കണത് കേട്ടോ. എത്രത്തോളം ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ എടുക്കുന്ന മുതലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ നല്ല ഉഷാറായിട്ട് അതിൻ്റെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി തരേണ്ട മുതലാണ് എന്ത് ചെയ്യണത്, നമ്മളിപ്പോൾ ഈ അൺബോക്സ് ചെയ്യണത് കേട്ടോ. അതിലുള്ള വേറൊരു കവറിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തിരുന്ന സെയിം സാധനം തന്നെയാണ് കണ്ടിട്ടോ. ആ സെയിം സാധനം തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ കൂടെ ഒരാൾ വീഡിയോ എടുത്ത് തരാൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണിത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒറ്റ കൈ കൊണ്ട് വേണം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. നോക്കട്ടെ. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ കൊണ്ടിരുന്ന നമുക്ക് വേണ്ടി കൊടുത്തയച്ചത്, നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനം എന്തൊക്കെയാണെന്നുള്ളത് ആ കൊണ്ടുവന്ന ആൾക്കാർ അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. പക്ഷെ നമ്മളോടൊരു വിശ്വാസം കൊണ്ട് നമ്മളങ്ങനെ വേണ്ടാത്ത രീതിയിലൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കാം അവർ നമ്മളോട് എന്തായതെന്ന് പോലും ചോദിക്കുകയും ചെയ്യാതെ സാധനം നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെയിം സാധനം തന്നെയാണ്, കഴിഞ്ഞ പ്രാവശ്യം വന്നുള്ള സെയിം മെത്തേഡ് സാധനങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റിങ് സിമ്പിൾ, പക്ഷേ ഇത് ഊരാൻ ഞാൻ കുറേ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ നോക്കിയായിരുന്നു. ഇനി അടുത്ത നമ്മുടെ ഐറ്റം ഈ സാധനമാണ്. അപ്പോഴേ നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊടുന്ന് ഇവിടെ വെച്ച് ഇതിൽ ജോയിൻ്റ് ആക്കി, അതിനുശേഷം സൈഡിൽ കീ കൊടുത്ത് ടൈറ്റ് ചെയ്തിട്ട് അടുത്തത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ കീ വരുന്നത്. കീ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തൊരാളെയും കൂടി കാണിക്കാണ്ട് വേറെ ആരുമല്ല, ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഫോൺ വെക്കാനുള്ള സെറ്റപ്പ് കാണണ്ടേ, അതിനുള്ള ഒരാളിവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ആളെ കാണാൻ കേട്ടോ. ആ ആള് വേറെ പാക്കറ്റാണ്. എടുക്കട്ടെ. നമുക്ക് പിന്നെ എല്ലാം പെട്ടെന്ന് നാശാക്കി ചെയ്യാനുള്ളതുകൊണ്ട് എളുപ്പമുണ്ട് ഇതൊക്കെ പരിപാടി. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോകാനത് എങ്ങനെയാണ് ഇപ്പോൾ ഇതാക്കാമെന്ന് ആലോചിച്ചിട്ടേ നാശാക്കിയിട്ട് നല്ല പരിചയമുണ്ട്, വലിയ കുഴപ്പമില്ല. നമുക്കിതെന്ത് ചെയ്ത് ഇങ്ങനെ നേരെ മേലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ് വരുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അത് ചെയ്യാം. അപ്പോഴേ നമ്മളിത് നോക്കി ഫുള്ള് സെറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ നോക്കി ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ മേലെ കാണുന്ന ഗ്യാപ്പിലാണ് മൊബൈൽ വെക്കുന്നത്. മൊബൈൽ വെച്ചിട്ട് ആ സൈഡ് കണ്ടോ, ആ കീ തിരിച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ വെച്ചിട്ട് പൊട്ടിപ്പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വേറെ നമുക്കത് വരുത്തിക്കില്ല, വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ല, ഞാൻ ഇവിടെ ഒമാനിലായതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നാട്ടിൽ നിന്ന്
നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടി ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇനി സ്ട്രൈക്ക് ചെയ്യുന്നതും അവിടുന്ന് അങ്ങോട്ടുള്ള മീനിൻ്റെ ഫൈറ്റും എല്ലാം ചെയ്യുന്നത് എന്തുണ്ടാവും, നമ്മുടെ വീഡിയോയിലുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൈച്ചൂണ്ടയിൽ മീനടിക്കുമ്പോൾ ഉള്ള ഇതും എല്ലാം ഇനി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ബൈ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക നമ്മുടെ ചാനൽ കേട്ടോ.